ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ ഡ്യൂറ്റ് വണ്ടി നമ്മൾ വർക്കിന് വെച്ചിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റാണ്. ഈ ബെൽറ്റ് നമുക്കൊന്ന് മാറ്റാറായിട്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഉണ്ടോ, ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വീഴുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ മാറ്റിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വഴിയിൽ പെടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെൽറ്റൊന്ന് മാറ്റിക്കളയാം. അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പറ്റുന്നുണ്ട്. അത്യാവശ്യം ഓയിൽ ലീക്ക് വന്നതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും ചെളിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യണം. ഇവിടുത്തെ ഈ ഒരു ഓയിൽ സീൽ ചെറിയൊരു ലീക്ക് കാണിക്കുന്നുണ്ട്. ആ ഓയിൽ സീലൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റാക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗിൻ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗിനായാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിടാം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ. നമുക്ക് ഞാൻ ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് ഇല്ല, അതിൻ്റെ കേബിളിൻ്റെ കംപ്ലയിൻ്റാണ്. പിന്നെ അതുപോലെ വീലിൻ്റെ ഉള്ളിൽ വരുന്ന ക്രൗണും പിനിയനും അതും മാറ്റിയിട്ടൊന്ന് വേണം നമുക്ക് റീസെറ്റ് ആക്കാം. മീറ്ററിന് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ആ കേബിളും ക്രൗണും പിനിയും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഇടയ്ക്കൊരു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററിയും കൂടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.74 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററി വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ആണോ, ആ റെഡ് ലൈറ്റാണ് കത്തിയിരിക്കുന്നത്. ബാറ്ററിക്ക് ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സെൽഫിൻ്റെ ഒരു ടൈം ലാഗ് കാണിക്കുന്നുണ്ട് സെൽഫ് അടിക്കാൻ. പിന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം മോശമായിട്ടുണ്ട്, ലെവലും കുറവാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ മാറ്റിയിട്ട് ഒരു 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റിക്കളയുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ ഒരു വേറെ ഒരു കംപ്ലയിൻറ്റ് അതിൻ്റെ ഫ്യൂലിൻ്റെ ഈ കേബിൾ അത് കറക്റ്റ് വർക്കിംഗ് അല്ല, അത് ആ കേബിളിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാം. ഓക്കെ, വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റും പറയാം. അതിൻ്റെ ബെൽറ്റ്, ഡ്രൈവ് ബെൽറ്റ്, സ്പീഡോമീറ്റർ കേബിള്, ഫ്യൂലിൻ്റെ കേബിള്, അല്ല എഞ്ചിൻ ഓയിലും കൂടി ഉൾപ്പെടുത്താം. എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്താൽ മതി. അത്യാവശ്യം ലെവൽ കുറവുണ്ട്, അത് മോശമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു എസ്റ്റിമേറ്റ് കൂടി പറഞ്ഞിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ.